ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ദേ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പോൾ ദേ അവളെ ഈ വീഡിയോ എടുക്കുന്നൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവളെ ദേ കുളിപ്പിച്ചൊക്കെ ഒരുക്കിയിരുത്തി. അപ്പോൾ ദേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന രാവിലത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ ദേ ചെറിയൊരു വെയിൽ പോലെ തെളിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. ദേ കുളിക്കാൻ വേണ്ടി ഇങ്ങനെ തലയൊക്കെ ഒട്ടിയിരിക്കുന്ന കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അവർ പൊൻകുന്നം വരെ പോയതാണ്. അപ്പോൾ വന്നിട്ട് കയറാമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല പിന്നെ വാതിലടച്ച് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും കുളിക്കാൻ കയറുമ്പോൾ വാതിലടച്ചിട്ടേ കയറുള്ളൂ കേട്ടോ. വാതിലടച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അല്ലെ പിന്നെ ഇവിടെ ഇറങ്ങിപ്പോകുന്നേ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ദേ വാതക്കയിൽ ഇരിക്കുവാണ്. അപ്പോഴത്തേനും വന്നാൽ അവർ വന്നിട്ട് കയറാമെന്ന് ഓർത്ത് ഞാൻ ദേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ രാവിലത്തെ പണിയും തൂത്തുവാരലും മിറ്റോടിക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. എല്ലാം ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ മേടിച്ചുകൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനുള്ളത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അതും കൂടെ ഒന്ന് കറിയൊക്കെ വെക്കണം. കുളിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് തുണിയൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. എല്ലാം ദേ ഇതുപോലെ റൂമിനകത്തൊക്കെ വിരിച്ചിട്ടേക്കുവാണ്. അപ്പുറത്തെ റൂമിലും വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഗൈസ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ ചിക്കന് വേണ്ടി അരിഞ്ഞ് വെച്ചത് ചിക്കൻ അല്ലായിരുന്നു കേട്ടോ ഗൈസ് കൊണ്ടുവന്നത്. എല്ലും കപ്പയും ബീഫും ആയിരുന്നു കേട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഇച്ചിരി പൗഡറൊക്കെ ഇട്ടിട്ട് അതൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ വേവിക്കാനുള്ള പരിപാടിയാണ്, ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ട്രൈപോഡ് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അല്ലാണ്ട് ജസ്റ്റ് വീഡിയോ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കപ്പയും തീയെ വെച്ചിട്ടുണ്ട്, എല്ലും കൂടെ തീയെ വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തീയെ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഗ്യാസിൽ നമ്മുടെ എല്ലും വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലും കപ്പയൊക്കെ റെഡിയായി. അപ്പോൾ തന്നെ ചേട്ടായി കഴിക്കാൻ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായിയും കഴിച്ച് കൊച്ചിനും കൊടുക്കുന്നുണ്ട്. ഞാൻ എനിക്ക് കഴിക്കാനുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ എടുത്തത്. കപ്പ നല്ല കപ്പയായിരുന്നു കേട്ടോ. നന്നായിട്ട് വേകുന്ന കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പ ബിരിയാണിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അടുത്തൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇത്ര ദൂരം ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോഴത്തേനും ഇച്ചിരി മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന സമയമായിരുന്നേ. അപ്പോൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ അവിടെ ചെന്ന് പാസ്സൊക്കെ എടുത്ത് ഒരാൾക്ക് 25 രൂപയാണ് കേട്ടോ പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ താഴെ തന്നെ പോവാണ് കേട്ടോ. നല്ല സൗണ്ട് കേൾക്കാൻ, നല്ല സൗണ്ടെല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. നല്ല സൗണ്ടുണ്ട് വെള്ളം വീഴുന്നത്. ഇത്രയ്ക്ക് ശ്രദ്ധിക്കാണ് കേട്ടോ വെള്ളം വീഴുന്നത്. പിന്നെ നല്ല ഒഴുക്കുണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. കുളിക്കാനും കാണാനും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നേ. നല്ല ഒഴുക്കെന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ സൗണ്ട് ഇച്ചിരി മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒഴുക്കിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയാത്തത്. ഈ സ്ഥലത്ത് നമ്മൾ ആദ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇപ്പം മഴയൊക്കെ വരുമ്പോൾ മാത്രമല്ലേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്നാൽ കൊച്ചിനെ കൊണ്ടുവന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്ത്. ഇവർക്ക് ആദ്യമൊക്കെ വെള്ളം നല്ല പേടിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഇപ്പോൾ ഇച്ചിരി പേടിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ പേടിയൊക്കെ മാറിയോന്നും വെള്ളത്തിലൊന്ന് ഇറക്കി നോക്കാമെന്നൊക്കെ ഓർത്തൊന്ന് പോകുന്നതാണ് കേട്ടോ. അറിവാകുമ്പോൾ പിള്ളേർക്ക് ചെറുപ്പത്തിലുള്ള പല ശീലങ്ങളും മുമ്പോട്ട് കാണണമെന്നില്ലല്ലോ. അപ്പോൾ വെള്ളമൊക്കെ വീഴുന്ന നല്ല രസമാണ്. വെള്ളമുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ നല്ല നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നതിന് മുമ്പ് തൊട്ട് കുളിക്കാൻ തുടങ്ങിയ ആൾക്കാർ ഞങ്ങൾ പോരുന്ന ആ സമയമായിട്ടും കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് അത് ഈ നാട്ടുകാരല്ലെന്ന് തോന്നുന്നു, തമിഴ്നാട്ടുകാരാണെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഈ കുഞ്ഞു പിള്ളേർ വരെ വെള്ളത്തിലിറങ്ങിയായിരുന്നേ. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു കൊച്ച് വെള്ളത്തിലിറങ്ങുന്ന കണ്ടുകൊണ്ട് ഉടുപ്പൊക്കെ ഒരു വെള്ളത്തിലിറങ്ങുന്ന കണ്ടുകൊണ്ട് പൊന്നാപ്പയ്ക്ക് ഇറങ്ങണമെന്നും പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഒരു വലിയ മഴ പെയ്തപ്പോൾ ഞങ്ങളൊരു അവിടെ ഇങ്ങനെ ഒരു ഹൗസ് പോലെ കുട്ടി ഹൗസുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നടുക്ക് കയറി നിന്ന് ഞങ്ങൾ ഇവിടെ എന്നിട്ട് വെള്ളം കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. ഇറങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടായി കൊണ്ട് ഇറക്കി. വെള്ളത്തിൽ പേടിയൊന്നുമില്ല കേട്ടോ. ആ കൊച്ച് കാണിക്കുന്ന കണ്ടുകൊണ്ട് ഉടുപ്പൊക്കെ ഊരാന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ വേണ്ട, വെള്ളം മാറി കുളിച്ച് കഴിഞ്ഞാൽ പനിയൊക്കെ വരത്തില്ല. പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആൾ തെരെ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. പിന്നെ ചേട്ടായി കുറേ നേരം കൊണ്ട് ഒരു കല്ലിൻ്റെ സൈഡിൽ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. നമുക്ക് പിള്ളേരൊക്കെ ആണെങ്കിലും അങ്ങനെ ഇറക്കി വിട്ടാൽ നന്നായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ പിള്ളേരുടെ സന്തോഷമല്ലേ എന്ന് ഓർത്തുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവളെ ഇറക്കി കേട്ടോ. പിന്നെ മഴയൊക്കെ പിന്നെയും തെരി തൂളിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കയറ്റിക്കൊണ്ട് പോകുന്നേ. പിന്നെയും മഴ പെയ്തുകൊണ്ട് ഞങ്ങൾ അകത്തോട്ട് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയ മഴ പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴ നനഞ്ഞാലും പനിയൊക്കെ പെട്ടെന്ന് വരത്തില്ലേ പിള്ളേർക്ക്. അതുകൊണ്ട് കുടയൊക്കെ ചൂടിപ്പിച്ച് അവളെയും കൊണ്ട് കുറേ നേരം കൂടെ മാറി നിന്നു കേട്ടോ. അപ്പോഴും അവൾക്കങ്ങ് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ ഇവരൊക്കെ നമ്മൾ ചെന്നപ്പോൾ തൊട്ട് വെള്ളത്തിനകത്ത് നിൽക്കുന്നവരാണ് കേട്ടോ. അവർ ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ ഞാനാണെങ്കിൽ ചേട്ടായുടെ ഒരു വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടായി എനിക്ക് എടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കാലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണേ.
നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന വെള്ളത്തിനേക്കാളും തണുപ്പാണ്. പിന്നെ ദേ മഴയത്ത് കുട ചൂടിപ്പോയി നിന്ന് വെള്ളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴത്തേന് ദേ രണ്ടുപേരും കൂടെ പോയിട്ടുണ്ട്. ഞാൻ അവിടെ മാറി നിന്ന് അവർ വെള്ളത്തിൽ ഇറങ്ങുന്നതൊക്കെ വീഡിയോ എടുക്കുമായിരുന്നേ. അവൾ ഭയങ്കര വഴക്കായിരുന്നു, കുടയും ചൂടിപ്പോയി നിൽക്കണമെന്നും പറഞ്ഞ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളം. ഇപ്പം ഇനിയിപ്പോൾ അവൾക്ക് പേടിയുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് പേടിയാണ്. ഇനിയിപ്പോൾ അവിടെയും കൂടി ഒന്ന് കൊണ്ടുപോകണം കേട്ടോ. പേടിയായിരുന്നു പണ്ട്, ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇറങ്ങാനൊക്കെ കാണിക്കുമെന്ന് അറിയത്തില്ല, ഇഷ്ടം കാണിക്കുമെന്ന് അറിയത്തില്ല. അതും കൂടി ഒന്ന് ട്രൈ ചെയ്യണം. ഇപ്പോൾ അറിവൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ 5-5.5 വയസ്സൊക്കെ ആയില്ലേ, അപ്പോഴത്തേനും കുറച്ച് ബുദ്ധിബോധമൊക്കെ കൂടുതൽ വന്നെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കരയാതൊക്കെ ഇരിക്കുന്നത്, അറിയത്തില്ല. പിന്നെ ഇതേ നല്ല മഴയായിരുന്നു കേട്ടോ. മഴയത്ത് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ. നല്ല ഒരു തണുപ്പായിരുന്നു കേട്ടോ അവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ ഈ കൂടാരത്തിനകത്തൊക്കെ കയറി നിൽക്കുന്നവരൊക്കെ അങ്ങനെയൊക്കെ തന്നെ പല പല ഹട്ടിലായിട്ട് ഇങ്ങനെ കയറി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോരോ ഹട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കയറി ആൾക്കാണ് നമ്മൾ പോവുകയാണ്. കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് നോക്കുക. കാരണം ഇനിയും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഇത് ചേട്ടാ ഞങ്ങൾക്ക് 2 പേർക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് തന്നേ. ഈ കഞ്ഞിയൊക്കെ എപ്പോഴും വരുന്നതുകൊണ്ട് ഇങ്ങനെ ഐസ്ക്രീമൊന്നും അങ്ങനെ എപ്പോഴൊന്നും മേടിച്ച് കൊടുക്കാറില്ല കേട്ടോ. വല്ലപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോഴാണ് കേട്ടോ മേടിച്ച് വെക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഐസ്ക്രീം. ഒത്തിരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചേട്ടായി ചെയ്യുന്നവരും തിന്നിട്ടാണ് കേട്ടോ കൊച്ചിന് കൊടുത്തത്. എല്ലാ സാധനം കിട്ടിയാലും രാത്രി ഞങ്ങൾ ഇച്ചിരി കഴിച്ച് നോക്കിയിട്ട് കൊച്ചിന് കൊടുക്കത്തുള്ള. എന്ത് സാധനമാണെങ്കിലും ഞങ്ങളൊരു സാധനം പുറത്തുനിന്ന് മേടിക്കുന്നത് 3 പേരും കഴിക്കും കേട്ടോ. മാറി കഴിക്കും. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടോ അവിടെ നിന്നുള്ളൂ. പിന്നെ ദേ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ.